ഹായ്, ഓണം സ്പെഷ്യലിലൂടെ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ബീട്രൂട്ട് ചീകി എടുത്താണ് പച്ചടി ഉണ്ടാക്കുന്നത്. ഇതിനി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബീട്രൂട്ട് ചെറിയ ഒരെണ്ണം ചീകി എടുത്തത്, തൈര് 100 മില്ലി, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് ചെറുത് 3 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, എണ്ണ 3 ടീസ്പൂൺ, കടുക് ആവശ്യത്തിന്, ഉണക്കമുളക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചീനിച്ചട്ടി ചൂടാകാൻ വയ്ക്കുക. ചീനിച്ചട്ടി ചൂടായതും അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായതും 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ഒന്ന് വഴന്നു വന്നതും നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി കുറച്ചുകൂടെ ഒന്ന് വേകണം. ഇപ്പം നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പ സമയം കൂടി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ബീട്രൂട്ടൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇറക്കി വെച്ചിട്ട് തൈര് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഞാനൊരു 100 മില്ലി തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ബീട്രൂട്ടിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിടണം. ചീനിച്ചട്ടി ചൂടായതും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.